അങ്ങനെ നമ്മളൊക്കെ വളരെയധികം ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന നമ്മുടെ കൊച്ചി ഫോറം മാളിലെ PVR തിയേറ്റർ തുറക്കാൻ പോകണോ? അതിന്റെ അപ്ഡേറ്റുമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഈ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ കൊച്ചി ഫോറം മാളിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ പണികളൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്യോടെ അത് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 VIP സ്ക്രീൻ ഉണ്ട്. അതല്ല വലിയ പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ PXL സ്ക്രീനിന്റെ നമ്മുടെ കൊച്ചി ഫോറം മാളിൽ വരാനായിട്ട് പോവാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, PXL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PVRന്റെ ജയന്റ് സ്ക്രീൻ ഫോർമാറ്റ് ആണ്. അപ്പോൾ ഒരു വലിയ സ്ക്രീനിൽ PVRനെ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്, നമ്മളിപ്പം കൊച്ചി ലുലു മാളിലും ട്രിവാൻഡ്രം ലുലു മാളിലും നമ്മുടെ കൊച്ചി ഒബ്രോൺ മാളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, അതിനേക്കാളും വലിയൊരു സ്ക്രീൻ ഫോർമാറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡങ്കി റിലീസാണ്, അതുപോലെ തന്നെ നേര് റിലീസാണ്, സലാർ റിലീസാണ്, അക്വാമൻ റിലീസാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് സലാറ് നമ്മുടെ ഈ ഒരു PXL സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു എന്താ പറയുക, ആ ഒരു സിനിമയുടെ ആ ഒരു കോണ്ടന്റ് അത്രയും ഗംഭീരമായിട്ട് PXL സ്ക്രീനിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് മാത്രമല്ല അക്വാമാനും അറിയാലോ, വിഷ്വലിന്റെ കാര്യത്തിൽ അക്വാമാൻ വേറെ ലെവലാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടാണല്ലോ. അപ്പം ഈ 2 സിനിമകളായിരിക്കും നമ്മൾ PXL സ്ക്രീനിൽ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പിന്നെ അതിനകത്ത് 3D എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്റർ എന്നാണ് ഓപ്പൺ ചെയ്യുന്നത്? കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ അപ്ഡേഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ബാംഗ്ലൂരുള്ള അവരുടെ അറിയാലോ ഫോറം മാള്, അവിടെ വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് അവർക്ക് നമ്മുടെ കൊച്ചിയിലെ PVRന്റെ ഒരു അപ്ഡേറ്റിനെ പറ്റി അറിയത്തില്ല, നീ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും ദിവസമായിട്ടും വിളിയൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ പിന്നെയും കോൺടാക്ട് ചെയ്തു. കഴിഞ്ഞ 2 ദിവസം മുൻപെയാണ് കോൺടാക്ട് ചെയ്തത്. വീണ്ടും ഇതേ പ്രസ്റ്റീജ് ബാംഗ്ലൂർ ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് അപ്ഡേറ്റ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അവരങ്ങനെ എന്ത് ചെയ്യുന്നറിയാം, നേരെ കൊച്ചിയിലേക്ക് കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ കൊച്ചിയിൽ 2 ദിവസം മുന്നേ വിളിച്ചാണ്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞത് ഇതുവരെ ആയിട്ടും PVR ഈ ഒരു ഫോറം മാളിന് അവരുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് അയ്യോ ഭയങ്കര നിരാശയായി പോയി. പിന്നെ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കി. അപ്പോഴും അവർ പറഞ്ഞത് ഈ നിമിഷം വരെ അവർ ഹാൻഡ് ഓവർ ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ സലാറിന്റെ റിലീസിന് നമുക്ക് PXL സ്ക്രീൻ ഓപ്പൺ ആകത്തില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോപ്പ് ഉണ്ട്. അവർ പറയുന്നത് അറിയോ, നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കോ, ചിലപ്പോൾ ഇനി എങ്ങാനും പെട്ടെന്ന് ബുക്ക് മൈ ഷോയിൽ ആഡ് ചെയ്യാനായിട്ട് വലിയ താമസമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇനി എങ്ങാനും പെട്ടെന്ന് ചിലപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുക്ക് മൈ ഷോ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് കണക്ഷനൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിസംബർ മാസം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ജനുവരിയിലാണ് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യും എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ എടുക്കണ്ട, നമുക്ക് നോക്കാം. എന്തായാലും ഇനി പെട്ടെന്നെങ്ങാനും വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുക എന്നാണ് മനസ്സിലായത്. പക്ഷേ എന്തൊക്കെയോ അപ്രൂവൽ കിട്ടാനായിട്ടുണ്ടെന്നാണ് ഞാനിങ്ങനെ അന്വേഷിച്ച് മനസ്സിലായത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും കൺഫേം അല്ല, അതുകൊണ്ട് ഞാൻ അത്ര ക്ലാരിറ്റിയോടുകൂടി പറയുന്നില്ല. ഈ ജാനുവരിയിലേക്ക് തിയേറ്റർ തുറക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു പ്ലാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ വൈകും കേട്ടോ, വൈകും. അപ്പോൾ അതുകൊണ്ട് PXL സ്ക്രീനിലേക്ക് സലാർ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റ് തിയേറ്ററുകൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും. ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ മറ്റ് തിയേറ്ററുകൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിപ്പോൾ 22-ാം തീയതിയാണ് റിലീസ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതിയാണ് ക്രിസ്മസ്. അപ്പോൾ വേണമെങ്കിൽ അവർക്കൊന്ന് ഞെട്ടിക്കാനായിട്ട് പറ്റും. ക്രിസ്മസിന് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഐമാക്സിന്റെ കാര്യം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം ഇതേ സമയം ഡിസംബറിൽ ആയിരുന്നു നമ്മൾ ഐമാക്സ് അവതാർ കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരുന്നു, തലേ ദിവസം വരെ കാത്തിരുന്നു. പക്ഷേ തുറന്നില്ല. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഓപ്പൺ ചെയ്തത്. അറിയാവുന്ന കാര്യമാണല്ലോ. ഏതാണ്ട് അതുപോലെ തന്നെ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ വൈകും. നമുക്ക് 2 പ്രതീക്ഷകളാണുള്ളത്. ഒന്നെങ്കിൽ 25-ാം തീയതി അവർ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ അവർ ജനുവരിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ഇനാഗുറേഷൻ നടക്കുന്നത്. എന്തായാലും കാത്തിരിക്കുക, നമുക്ക് കണ്ടുതന്നെ കേട്ടോ. എന്തായാലും ഉടനെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ അറിയിച്ചിരിക്കും. പിന്നെ നിങ്ങൾക്ക് തിയേറ്റർ അതുപോലെ തന്നെ സിനിമ തുടങ്ങിയ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതേ വൈബിലുള്ള കുറേ ആൾക്കാർ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അങ്ങോട്ട് സംസാരിക്കാം, നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. അതുവരേക്കും ബൈ.